നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് തെലങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി. ഇന്ത്യ ടുഡേ TV ന്യൂസ് ഡയറക്ടർ രാഹുൽ കൻവാളുമായി നടത്തിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് രേവന്ത് റെഡ്ഡി എന്താണ് തന്റെ അഭിപ്രായം രാമക്ഷേത്രത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങളെക്കുറിച്ച് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനിടയിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രം എന്നെങ്കിലും ഒരിക്കൽ തനിക്ക് സന്ദർശിക്കണം എന്നതാണ്. രാമക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണ് എന്ന് പറയാനും പഴയ ABVP പ്രവർത്തകൻ കൂടിയായ നിലവിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി മറന്നിട്ടില്ല. തെലങ്കാനയിലെ ഭദ്രാചലത്തിലെ രാമക്ഷേത്രം താൻ എപ്പോഴും സന്ദർശിക്കാറുണ്ട് എന്നും അയോധ്യയും ഭദ്രാചലവും തമ്മിൽ ഒരു വ്യത്യാസവും താൻ കാണുന്നില്ല എന്നുകൂടി രേവന്ത് റെഡ്ഡി പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, നിലവിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനം എന്തെന്നാൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നതാണ്. ഇതിന് പിന്നിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള കോൺഗ്രസ് ഘടകങ്ങളുടെ സമ്മർദ്ദം വളരെ വലുതായിരുന്നു. അതേസമയം തന്നെ ഉത്തരേന്ത്യയിലുള്ള കോൺഗ്രസ് നേതൃത്വം എല്ലാം തന്നെ അയോധ്യയിലേക്ക് പോകണമെന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇന്നലെ അയോധ്യയിൽ ഉത്തർപ്രദേശിലെ PCC അധ്യക്ഷൻ അടക്കം സന്ദർശനം നടത്തിയത്. 1000-ഓളം പേരടങ്ങുന്ന സംഘമാണ് ഇന്നലെ അയോധ്യ സന്ദർശിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ഉറപ്പാണ്, പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല എങ്കിൽ പോലും അതിന് മുൻപും അതിന് ശേഷവും നിരവധി കോൺഗ്രസുകാർ അയോധ്യയിലേക്ക് പോകും എന്നുറപ്പാണ്. കോൺഗ്രസുകാരുടെ ഒരു ഒഴുക്ക് തന്നെ അയോധ്യയിൽ പ്രതീക്ഷിക്കാമെന്നും കരുതുന്നു. എന്തായാലും ദക്ഷിണേന്ത്യയിൽ മറ്റെല്ലാ ഘടകങ്ങളും രാമക്ഷേത്രത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതിനിടയിലാണ് തെലങ്കാനയിൽ ഏറ്റവും പുതുതായി അധികാരമേറ്റ മുഖ്യമന്ത്രി പറയുന്നത് താൻ എന്നെങ്കിലും ഒരിക്കൽ അയോധ്യയിലേക്ക് പോകുമെന്ന്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.